മുത്തശ്ശിക്ക് വലിയ സന്തോഷായി. പാവം തന്നെ വലിയ ഇഷ്ടം അതെന്റെ മുത്തശ്ശിക്ക്. അതെ. പക്ഷേ തന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാ. കിരൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്റെ പൂർണിമേ, നീ ഈ പറയുന്ന കാര്യം ഒട്ടും ശരിയല്ല. ലേ, ദുർഗയുടെ അമ്മയുടെ സ്ഥാനത്താണ് ഈ വസുമതി, അറിയാവോ? ഓ, അമ്മ മകളടുത്ത് മാപ്പ് പറയാന്ന് പറയുന്ന ശരിയായ കാര്യമേ അല്ല. അതെ, എല്ലാ കാര്യത്തിലും ന്യായം നോക്കുന്ന പൂർണിമ, നിനക്കെന്താ ഈ കാര്യത്തിൽ ന്യായം ഒന്നും തോന്നുന്നില്ലേ? തെറ്റ് ചെയ്തത് അമ്മയായാലും അച്ഛനായാലും സോറി പറയുക തന്നെ വേണം. ശരി, ഞാൻ മാപ്പ് പറയാം. അതോടെ എല്ലാവർക്കും സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. സോറി. അയ്യോ, ഇനി ഞാൻ നിന്റെ കാല് പിടിക്കണോ? വേണമെങ്കിൽ അതും ചെയ്യാം. എന്തൊക്കെ ചെറിയമ്മ പറയുന്നേ? അല്ല, നിനക്ക് നിന്റെ പ്രിയപ്പെട്ടവർക്കും അതല്ലേ കാണേണ്ടത്. പറയാനാന്ന് പറയണ പാവം വസുമതി ചേച്ചി നല്ല വിഷമായി കാണും. എല്ലാം വലിഞ്ഞു കയറി വന്നവർക്ക് വേണ്ടി പൂർണിമ ചെയ്യുന്നതല്ലേ? കഷ്ടം. അല്ല ചേച്ചി, ഓ, നീ വാടി ഇങ്ങോട്ട്, ഇതൊക്കെ കാണണം ഇവിടെ. ചേച്ചി, ഞാൻ ദുർഗ ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ. നിങ്ങൾ റൂമിലേക്ക് ചെല്ലേ. തമാ താനിങ്ങനെ വിഷമിക്കാതെ. വസുമതി ആന്റി ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് എനിക്കറിയാവുന്നതല്ലേ. എന്തായാലും ഇവിടെ ആന്റിയുടെ കളിയൊന്നും നടക്കില്ലല്ലോ. സത്യം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? എന്നാലും ഞാൻ മനഃപൂർവ്വം അശ്വതിക്ക് ആപത്ത് വരാനും കുഞ്ഞിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്ത. എടോ, നമ്മളെ പുറത്താക്കാൻ ഇതല്ല ഇതിനപ്പുറം പലതും പറഞ്ഞു നിൽക്കും. അതൊക്കെ മനസ്സിൽ കണ്ടു തന്നെയല്ലേ നമ്മളിവിടെ നിൽക്കുന്നതും. നമ്മുടെ ലക്ഷ്യം മറക്കരുതെന്നും അത് നേടുന്നതുവരെ നമ്മളെല്ലാം സഹിക്കണമെന്നും താൻ തന്നെയല്ലേ എപ്പോഴും പറയുന്നത്. അതെ, ആ ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ എല്ലാം സഹിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ എനിക്കറിയായിരുന്നു. മുത്തശ്ശിയാ. ഹലോ മുത്തശ്ശി. നീ അവിടെ വിഷമിച്ചിരിക്കുകയാണോ മോളെ? മുത്തശ്ശിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ വിഷമിച്ചിരിക്കാന്ന്? എന്റെ മരുമോള് നിന്റെ രണ്ടാനമ്മ വസുമതി അവിടേക്ക് വന്നില്ലേ? അപ്പൊ പിന്നെ നീ എന്തായാലും സങ്കടത്തിലായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വസുമതി അഷിതയെ നോക്കാൻ വന്നതൊന്നല്ല. അവളുടെ മെയിൻ അജണ്ട നിന്നെ അവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പല കണക്കുകൂട്ടലും നടത്തിയ വസുമതി അങ്ങോട്ട് വന്നിരിക്കുന്നത്. മോളെ, നീ ആ കളിക്കൊന്നും നിന്നു കൊടുക്കാതെ നീ വട്ടം ഇങ്ങോട്ട് വരാൻ നോക്ക്. കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോവാം. മോളെ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. കിരണിനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. വേണ്ട മുത്തശ്ശി, ഞാനിപ്പോ ഇവിടുന്ന് മാറിയാം അതിപ്പോ ഞാൻ തോറ്റു പോകുന്ന പോലായി പോവും. അത് വേണ്ട. എന്റെ പൊന്നു മോളെ, അവളുടെയൊക്കെ മുന്നിൽ ജയിച്ചിട്ട് നമ്മൾ എന്ത് നേടാനാ? ജീവിതത്തിൽ സമാധാനാണ് വലുത്. അതിനുവേണ്ടി നമ്മൾ തോറ്റു എന്ന് മറ്റുള്ളവർ കരുതിയാലും സത്യത്തിൽ ജയിക്കുന്നത് നമ്മൾ തന്നെയാ. ആ ജയം പോരെ എന്റെ മോൾക്ക്? ഞാനൊന്ന് നോക്കട്ടെ മുത്തശ്ശി, ഞാൻ വിളിക്കാം. ആ ശരി മോളെ, നീ ഒന്ന് ആലോചിക്ക്. എന്നിട്ട് കിരണിനെയും കൂട്ടി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കേ.
വസുമതിയുടെ പ്രശ്നങ്ങൾ തീരുമ്പോ തിരിച്ചു പോകാലോ. ഞാൻ വിളിക്കാം മുത്തശ്ശി. ശരി മോളെ. മുത്തശ്ശി പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. വസുമതി ആന്റി ഒന്നും മനസ്സിൽ ഉറപ്പിക്കാതെ ഇവിടെ വന്നിങ്ങനെ നിൽക്കില്ല. ഇവിടെയുള്ളവർ തന്നെ നമ്മൾ എങ്ങനെ പുറത്താക്കാന്ന് റിസർച്ച് ചെയ്തായിരിക്കുന്നേ. അതിന്റെ കൂടെ ചെറിയമ്മേ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയല്ലോ. തൽക്കാലം 1-2 ദിവസത്തേക്കൊന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ട് അവർക്കും നമുക്കും സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. എന്നാലും നമ്മൾ ലക്ഷ്യം കാണാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുതെന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. താൻ ഇതുവരെ തന്റെ വീട്ടില് സമാധാനത്തോടെ ഒരു ദിവസം പോലും നിന്നിട്ടില്ലല്ലോ. വസുമതി ആന്റി ഇവിടെ ആയ സ്ഥിതിക്ക് തനിക്ക് വീട്ടില് വലിയ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരികയില്ല. പിന്നെ ഉള്ളത് ഗിരിജ ആന്റിയാ. അത് മുത്തശ്ശി ഡീൽ ചെയ്തോളും. എന്തു പറയുന്നു? കിരണിന്റെ അഭിപ്രായം അതാണെങ്കിൽ 1-2 ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. പൃഥ്വിയുടെ കാര്യത്തില് അപ്ഡേറ്റ്സ് അഖിലിനോട് നോക്കി പറയാൻ ഏർപ്പാടാക്കാം. അവൻ പുറത്തു വരുമ്പോ നമുക്ക് അവനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഡീൽ. അങ്ങനെ ചെയ്യാം. എന്നാ ഞാൻ മുത്തശ്ശിയെ വിളിച്ച കാര്യം പറയാം. മുത്തശ്ശിക്ക് സന്തോഷാവട്ടെ. മോളെ, നീ വിളിക്കാന്ന് പറഞ്ഞെങ്കിലും വിളിക്കില്ലാന്നാ ഞാൻ കരുതിയത്. അതെന്തിനാ അങ്ങനെ കരുതാൻ പോയത്? ഞാനിപ്പോ വിളിച്ചില്ലേ? നീ വരുന്നില്ലാന്ന് പറയാൻ വിളിച്ചതാണോ? അല്ല, ഞാനേ വരുന്നു പറയാൻ വിളിച്ചതാ. ആ അത് കൊള്ളാം. നീ എന്നെ ഞെട്ടിച്ചല്ലോ മോളെ. ആ, ഇടയ്ക്കൊക്കെ ഒന്ന് ഞെട്ടുന്നത് നല്ലതാ. ഇത്തരം ഞെട്ടലേ ഈ മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമാ. നീ ഇടക്കിടക്ക് ഞെട്ടിച്ചോ? ഓക്കെ, അപ്പൊ ഉടനെ കാണാവേ. ശരി മോളെ. എന്തായാലും ഞാൻ ഈ സന്തോഷ വാർത്ത ദേവനോടൊന്ന് പറയട്ടെ. അവന് വലിയ സന്തോഷാകും. ശരി മുത്തശ്ശി. മോനെ ദേവാ. മുത്തശ്ശിക്ക് വലിയ സന്തോഷായി. പാവം, തന്നെ വലിയ ഇഷ്ടം അതെന്റെ മുത്തശ്ശിക്ക്. അതെ. പക്ഷേ തന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാ. കിരൺ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ലേ.